നിങ്ങൾക്ക് പ്രലോഭനത്തെ വ്യത്യസ്ത രീതികളിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എല്ലായ്പ്പോഴും ഒരാളുടെ നിയന്ത്രണത്തിലാണ് എന്ന് ഓർമ്മിക്കുക. പ്രലോഭനം ഒഴിവാക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരാനുമുള്ള വഴികൾ. ഒന്നാമത്തേത്, നിങ്ങൾ പ്രലോഭനത്തെ നേരിടേണ്ടി വരുമെന്ന് നിങ്ങൾക്കറിയാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. പ്രലോഭനം ഉൾപ്പെടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രലോഭനത്തിന്റെ സ്വാധീനം കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുക. നിങ്ങളുടെ ശ്രദ്ധ പ്രലോഭനത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുക. പ്രലോഭനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റുക. അങ്ങനെ അത് ആകർഷകമാകും. ആത്മനിയന്ത്രണം ചെലുത്തിക്കൊണ്ട് നിങ്ങൾക്ക് മിക്ക പ്രലോഭനങ്ങളെയും നിർവീര്യമാക്കാൻ ശ്രമിക്കാം. ബൈബിൾ പറയുന്നതിനനുസരിച്ച് പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള നിങ്ങളുടെ ആദ്യ പടി മാനസാന്തരത്തിലും വിശ്വാസത്തിലും ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നതാണ്. നിങ്ങളെ ദൈവസന്നിധിയിൽ രൂപപ്പെടുത്താൻ യേശുക്രിസ്തുവിനെ മാത്രമേ കഴിയൂ എന്ന് അംഗീകരിക്കുക. ഇബ്രായ ലേഖനം 4:14-15 നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തുള്ള സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രലോഭനത്തിനെതിരായ പ്രതിരോധത്തിന്റെ ഓരോ നിമിഷവും ഓരോ വിജയങ്ങളാണ്. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്കായി ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.